ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ശ്രീവാസ്. ഇത് എൻ്റെ വൈഫ് ശ്രുതി. ഞങ്ങളുടെ വീട് ഇവിടെ ടൗണിനടുത്ത് പള്ളാത്തുരുത്തിയാണ്. ഞാൻ 2023 ഒക്ടോബർ 30 ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ വന്ന് ഉടമ്പടിയിൽ ജീവിക്കുവാൻ തുടങ്ങിയൊരു വ്യക്തിയാണ്. അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് സൗദിയിൽ MOH രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഞാനിവിടെ ഒരു ഫാർമ കമ്പനിയിൽ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പം ഞങ്ങൾ 11 വർഷത്തോളം സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷവും ഒരു 3 വർഷത്തോളം ആളവിടെയും ഞാൻ ഇവിടെയായിട്ടായിരുന്നു ജീവിച്ചത്. അപ്പം ഈ കാലയളവിലൊക്കെയും വർഷത്തിൽ വളരെ റെയറായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഒരുമിച്ച് ജീവിക്കണം, ഇനി അങ്ങോട്ട് ഒരുമിച്ച് നിൽക്കാമെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ഞങ്ങൾ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറെങ്കിലും അബ്രോഡ് പ്ലാൻ ചെയ്യാമെന്ന വിചാരത്തിൽ ഞങ്ങൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിലേക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ സമയത്ത് വൈഫ് 2022 ഡിസംബറിൽ വെക്കേഷനിൽ വന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാൻ തോന്നിയത്. അപ്പോൾ OET പാസ്സായി നിൽക്കുകയായിരുന്നു വൈഫ്. അങ്ങനെ ഞങ്ങൾ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഏജൻസിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 6 മാസത്തിനുള്ളിൽ എനിക്കും വൈഫിനും ഒരുമിച്ച് ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈഫ് നാട്ടിൽ വരുന്ന സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങൾ ഏജൻസിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ പ്രഗ്നൻ്റായിട്ട് ന്യൂസിലാൻഡിലോട്ട് ചെല്ലുമ്പം PR ഉടനെ കിട്ടാത്ത സ്ഥിതിക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ചിലവ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല, ഡെലിവറി കാര്യങ്ങളൊക്കെ പാടായിരിക്കും. അപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ന്യൂസിലാൻഡിലേക്ക് വരുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ന്യൂസിലാൻഡ് റെഡിയാകുന്ന കാരണം ഒരു 6 മാസത്തിനുള്ളിൽ എൻ്റെ ജോബ് റിസൈൻ ചെയ്യണമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പം വൈഫ് പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് വൈഫിന് തിരിച്ച് സൗദിയിലേക്ക് പോകണം. വൈഫിനെ നോക്കാൻ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് വൈഫിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൗദിയിലേക്ക് പോയി. സൗദിയിലേക്ക് പോണ സമയത്ത് അപ്പോൾ എന്തായാലും ഏജൻസി എന്ന് പറഞ്ഞ് ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ന്യൂസിലാൻഡിലോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പോയി സൗദിയിലേക്ക് ഞാൻ വൈഫിൻ്റെ കൂടെ പോയപ്പോഴത്തേക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് ഒരു വലിയ തുക ആവശ്യമായിരുന്നു. അതായത് അവിടെ നമുക്ക് ന്യൂസിലാൻഡിൽ ഒരാൾ രജിസ്റ്റേർഡ് നേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറൽ കോഴ്സ് 1 മന്ത് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കണം. അതിന് ശേഷം മാത്രമേ ജോബിന് കയറാൻ പറ്റത്തുള്ളൂ, അവിടെ ഒരു APC കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കോളേജ് അഡ്മിഷൻ മാത്രം ഒരു 4 lakhs, ഒരു 4 ലക്ഷം രൂപ കോളേജ് അഡ്മിഷന് വേണം. പ്ലസ് പ്രോസസ്സിങ്, പിന്നെ ഞാൻ വൈഫ് കുഞ്ഞാകുമ്പോഴത്തേക്കും കുഞ്ഞിന് എല്ലാവർക്കും കൂടെ ഒരു 8 ലക്ഷം രൂപയ്ക്ക് എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിലധികം ചിലവ്, അതിന് ഇരട്ടി തുക പ്രോസസ്സിങ്ങിനെല്ലാം കൂടെ വേണം. അപ്പോൾ ഒരു വലിയ തുക വേണം. അത് കണ്ടെത്താൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് എനിക്ക് ടൗണിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം വിറ്റിട്ട് തൽക്കാലത്തേക്ക് വിൽക്കാം, അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ പകുതിയിലേറെ തുക കൈ വരുമെന്നുള്ള പ്ലാനിൽ ഞാനിരുന്നു. അപ്പം ഞാൻ സൗദിയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ സ്ഥലം വിൽപ്പനയ്ക്ക് നോക്കി. അപ്പം 1 മാസത്തോളം ഞാൻ നോക്കിയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ. വന്നവരൊക്കെ തിരികെ പോവുക ചെയ്തത്. അപ്പം ഞാൻ ഓർത്ത് ഇനിയും സമയമുണ്ടല്ലോ, 10 മാസമുണ്ട്, അതിനുള്ളിൽ എപ്പോഴെങ്കിലും സ്ഥലം വിറ്റ് പോകുമെന്നുള്ള രീതിയിൽ ഞാൻ സൗദിയിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സ് വഴി ഞാനത് വിൽക്കാൻ നോക്കി. അപ്പോഴൊന്നും നടന്നില്ല. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ സമയം ഇനിയുണ്ട്, പതുക്കെ വിറ്റിട്ട് ഫണ്ട് ഒപ്പിക്കാന്നുള്ള രീതിയിൽ നിന്ന് അവസാനം ഞാൻ 10 മാസത്തോളം എടുത്തത്. കുറേ നാൾ കഴിഞ്ഞ് വൈഫിന് ഡെലിവറിക്ക് വേണ്ടി നാട്ടിലെത്തി. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കി. 1 ആൾ 2 ആൾ 3 ആൾ 30 ആൾ 40 ആൾ എനിക്കൊന്ന് ഒരുപാട് പേര് വന്ന് കാണും, സ്ഥലം കാണും, കണ്ടിട്ട് പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഏജൻസിയിൽ നിന്ന് ഫണ്ട് ചോദിച്ചു തുടങ്ങി. ഞങ്ങളുടെ കയ്യിലാണ് കൊടുക്കാൻ ഫണ്ടും ഇല്ല, ബാങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ടൈമായി. അപ്പോൾ ഒരുപാട് പേര് വന്ന് കാണും. ചിലരൊക്കെ OLX കാണും, ലൊക്കേഷൻ ചോദിക്കും, വരും, പോവും, പിന്നെ വിളിച്ചെടുക്കത്തില്ല. ചിലരൊക്കെ OLX തന്നെ റിപ്ലൈ ഇല്ല. അങ്ങനെ 50 പേരോളം വന്ന് ഞാൻ ഈ ദിവസവും സ്ഥലം കാണിക്കാൻ പോകും. സ്ഥലം പലരും പ്രതീക്ഷയോടുകൂടി നമ്മൾ വിളിക്കാൻ നേരത്ത് പിന്നെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ 10 മാസമായിട്ട് ഞാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഇനിയാണ് ഏജൻസിക്ക് കൊടുക്കാൻ 1 മാസം സമയമേ ഉള്ളൂ. ഏജൻസിക്ക് കാശ് കൊടുക്കണം, അതിനുള്ള ഫണ്ട് കയ്യിലില്ല. അപ്പോൾ ഈ ഏജൻസി എന്ന് പറയുന്നത് ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ 10 മാസം ശരിക്കും ഡിലേ ആയി. ഞങ്ങൾ എന്തായാലും താമസിച്ചല്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കളക്ഷനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറേ ഡിലേ ആക്കി. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏജൻസിയോട് ചോദിച്ചപ്പോൾ ഏജൻസി പറഞ്ഞ് നിങ്ങൾ 6 മാസത്തിനുള്ളിൽ കയറി പോകാമായിരുന്നു, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നിങ്ങളിപ്പം അതൊരുപാട് ഡിലേ ആയതുകൊണ്ട് ഇനി 1 year എടുക്കും അവിടെ കോളേജ് അഡ്മിഷൻ ലഭിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ ശരിക്കും മാനസികമായിട്ട് തകർന്നു പോയി. 6 മാസം എന്നുള്ളത് പിന്നീട് 10 മാസം കഴിഞ്ഞ് വീണ്ടും 1 വർഷം എന്നുള്ളത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ ഏജൻസിയിൽ നിന്ന് മാറി വേറെ ഏജൻസി പോയാൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് ഫേക്കായിട്ടുള്ള ഏജൻസി ഉള്ളതുകൊണ്ട് ഏത് ഏജൻസിയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷനായിരുന്നു. അപ്പം ഏജൻസി മാറണം, പ്ലസ് ഈ പറഞ്ഞ വലിയൊരു ഭീമമായ തുക ഞങ്ങൾക്ക് കണ്ടെത്തുകയും വേണം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്ന സമയത്താണ്
അതിന് മുന്നേ ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ യേശുവിലും അമ്മയിലും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കുടുംബം അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ 3 ഫോട്ടോ IMS അമ്മയുടെ ഉണ്ട്. പണ്ട് ഞാൻ ഒരു 10-17 വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരിമാർ എല്ലാവരും ഈശോയിലും അമ്മയിലും വിശ്വസിക്കുന്നവരാണ്. അപ്പം ഞാൻ സൗദിയിലേക്ക് എൻ്റെ അമ്മയൊക്കെ ജോസഫച്ചൻ്റെ ധ്യാനമൊക്കെ യൂട്യൂബിൽ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിക്കത്തില്ല, എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ സൗദിയിലായിരുന്നപ്പം അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ ചുമ്മാ ക്യാഷ്വലായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് രാവിലത്തെ പ്രാർത്ഥനയൊക്കെ വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ പാതിരാത്രിയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഒട്ടും ഒരു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തില്ല. എങ്കിൽ പോലും ഞാൻ അവിടെ വെച്ച് നിയോഗം വെച്ചിരുന്നു, മാതാവേ എൻ്റെ വൈഫിന് നാട്ടിൽ വന്ന് ഡെലിവറി ചെയ്യാനാണ് ഇഷ്ടം, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡെലിവറി പേടിയാണെന്ന്. പക്ഷേ ഇത്രയൊക്കെ ഉഴപ്പിയിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങൾ വൈഫിൻ്റെ കൂട്ടുകാരികൾക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നാട്ടിൽ വന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ നാട്ടിലെത്തി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻസി മാറണം, ഫണ്ട് ഒപ്പിക്കണം. ഇത് രണ്ടും പ്രശ്നമായ സമയത്താണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത് എല്ലാം ശരിയാകും. അതിനിടയ്ക്ക് എൻ്റെ പെങ്ങൾ എന്നെ 3 വട്ടം ഓരോ ആഴ്ചയായിട്ട് കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് ഇതാണ്. ഇത് തന്നെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ അന്ന് എടുത്ത ഷർട്ട്. ഇന്നിപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇന്ന് വരുന്ന ദിവസം ഇത് തന്നെ ഇട്ടുകൊണ്ട് വരാൻ കാര്യം അത് തന്നെയാണ്. എനിക്ക് ഷർട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്. മാതാവിനെ കണ്ട് ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടി എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്ന ഈ ഉടുപ്പിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിട്ടുകൊണ്ട് വന്നത്. അങ്ങനെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് നീ മാതാവ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് റെഡിയാകുമെന്ന് പറയുന്നു. അന്ന് രാത്രി തന്നെ ഞാനും വൈഫും കൂടെ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്ത് രാത്രി 11 മണിക്ക് ടൈപ്പ് ചെയ്യുകയാണ്, മാതാവ് ഞങ്ങൾക്ക് ഏജൻസി മാറി, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാർച്ച് മാസത്തിലേക്ക് കോളേജ് അഡ്മിഷൻ ലഭിക്കണം. അതേ കണക്ക് തന്നെ 1 മാസം, എനിക്കിനി ഏജൻസിക്ക് കാശ് കൊടുക്കാൻ 1 മാസമേ ഉള്ളൂ. ഈ 1 മാസത്തിനുള്ളിൽ എൻ്റെ സ്ഥലം വന്നെടുക്കാൻ ഒരാൾ വരണം. ആ എടുക്കുന്ന ആൾ 6 മാസവും 3 മാസവും കോൺട്രാക്റ്റ് ഒന്നും വെക്കരുത്. പെട്ടെന്ന് തന്നെ കാശ് തരുന്ന അത്ര 50 പേരോളം വന്നിട്ട് രക്ഷയില്ലാത്ത സ്ഥലത്ത് ഞാൻ ഇത്രയും ഡിമാൻഡ് ചെയ്യുന്നത്. എൻ്റെ പരിശുദ്ധമ്മയോട് ഞാൻ ഡിമാൻഡ് ചെയ്തത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഡിമാൻഡ് ചെയ്തു, മാതാവേ എനിക്ക് 1 മാസത്തിനുള്ളിൽ സ്ഥലം വിൽക്കണം, ഫുള്ള് എമൗണ്ട് എനിക്ക് തരാൻ പറ്റുന്ന ഒരാളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാൻ രണ്ടാമത് എഴുതിയ, മാതാവേ എനിക്ക് മാർച്ച് മാസത്തിലേക്ക് ഒരു അഡ്മിഷൻ തരണേ വൈഫിനെന്നാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി പത്രം കിട്ടി. എല്ലാവരെ പോലെ ഞാനും കുറേ ആൾക്കാരെ പോലെ ഞാനും പത്രം ഇവിടെ കൊടുത്തില്ല, വീട്ടിൽ വെച്ച്. ഒരു 7 ദിവസം കഴിഞ്ഞ് പെങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ഞാൻ തന്നെ കൂടെ വരാമെന്ന് പറഞ്ഞ് പെങ്ങളുമായിട്ട് ഞാൻ പോയി പത്രം കൊടുത്ത്. ഒരു വീട്ടിൽ പത്രം കൊടുക്കാൻ നേരത്ത് ഞാൻ ചോദിച്ചു ഇവിടുത്തെ അണ്ണൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരിപ്പം ടൗണിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എൻ്റെ പെങ്ങൾ പറഞ്ഞ് നീ ഒന്നൊരു പണിയായി, ഇത്രയും പേരും നീ ഒരു 10 മാസം വിചാരിച്ചകത്തുന്ന ആരുമല്ലേ, ചിലപ്പോൾ ഇതായിരിക്കും നിനക്ക് അഭിഷേകം വരുന്നത്, നീ ആ അണ്ണനൊരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആൾക്കൊരു മെസ്സേജ് അയച്ചു, എൻ്റെ സ്ഥലം കൊടുക്കാനുണ്ട്, ഇച്ചിരി എമർജൻസിയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചെങ്കിലും ഞാൻ വിശ്വാസം, പരിശുദ്ധമ്മയോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചു, അല്ലാതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉടമ്പടി എടുത്ത് 7ാമത്തെ ദിവസമാണ് ആൾക്ക് മെസ്സേജ് അയക്കുന്നത്. 9ാമത്തെ ദിവസം ഒരാളെ കൊണ്ട് കാണിച്ച്, 10ാമത്തെ ദിവസം അത് ഉറപ്പിച്ച്, 12ാമത്തെ ദിവസം അവരെന്നെ വിളിച്ച് ചോദിച്ച് ഈ സ്ഥലത്തിൻ്റെ എന്തോ കുറച്ച് ബാങ്കിലെന്തോ ലോൺ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് നമുക്ക് ക്ലോസ് ചെയ്യണ്ടേന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ബാധ്യത ഞാനായിട്ട് തീർക്കാൻ വെച്ചിരുന്നതാണ്. എനിക്കപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ എനിക്ക് ബാങ്കിലെ ബാധ്യത തീർക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ സ്ഥലത്തിൻ്റെ. അവർ രാവിലെ എന്നെ വിളിച്ച് പറയുന്നു ഞങ്ങൾ ആ കാശ് തരാം, പേടിക്കണ്ട, നിങ്ങൾ ആ ലോൺ ക്ലോസ് ചെയ്തോളം പറയുന്നു. അവർ ആ സ്ഥലത്തിൻ്റെ എല്ലാ ബാധ്യതകളും അടച്ചു തീർക്കുന്നു. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നു. മാതാവിനോട് ഞാൻ 30 ദിവസം പറഞ്ഞ് 28ാമത്തെ ദിവസം എൻ്റെ സ്ഥലം വിറ്റ് എനിക്ക് മുഴുവൻ തുക എന്താണെന്നുകൊണ്ട് എൻ്റെ പരിശുദ്ധമ്മ എന്നെ അനുഗ്രഹിച്ചു. അതെനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഫുൾ അഭിഷേകങ്ങളായിരുന്നു. ഞാൻ എന്ത് വിചാരിച്ചാലും സാധിച്ചു തരും എൻ്റെ മാതാവ്. അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സമയം എഴുതുമ്പോൾ ആ സമയത്ത് നടത്തി തരണമെന്ന് നമ്മൾ പിടിവാശി പിടിക്കരുത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണ്. ഒരു സ്വല്പം ഡിലേ വരും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം നടക്കണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ പരിശുദ്ധ അമ്മ എപ്പം തരുന്നോ അത് പെർഫെക്റ്റായിട്ട് തരത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുശേഷം മാർച്ച് മാസത്തിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ സമയത്താണ് ഈ ഓൺലൈൻ ഉടമ്പടി ടൈപ്പ് ചെയ്തപ്പം തന്നെ സംഭവിച്ചൊരു അഭിഷേകം എന്ന് പറഞ്ഞത്, ഞാൻ മാർച്ച് മാസത്തിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞപ്പം തന്നെ അന്ന് രാവിലെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസിയുടെ. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഏജൻസി ഉണ്ട്, നമുക്ക് മാറാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ ഏജൻസിനെ പറ്റി നമുക്ക് ഒട്ടും വിശ്വാസമല്ല, എങ്ങനെയാണ് മാറുന്നതെന്ന് ചോദിച്ചു. എങ്കിലും വൈഫ് എൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഏജൻസിക്ക് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതി, മാതാവേ മാർച്ച് മാസത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ അമ്മയുടെ കരുണ ഉണ്ടാകണമെന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഓൺലൈൻ ഉടമ്പടി സേവ് ചെയ്തില്ല. അതിനു മുന്നേ ഈ മാതാവ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരുന്നു, സീറ്റ് അവൈലബിൾ ആണ്, മാർച്ച് മാസത്തിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞ്. ഞാൻ ആ വാട്സാപ്പിൽ നോക്കിയപ്പം
ഈ യേശു കർത്താവായ തമ്പുരാൻ്റെ ഫോട്ടോയാണ് വാട്സാപ്പ് DP കിടക്കുന്നത്. അപ്പോഴേ ഞാൻ വൈഫിനോട് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് സീറ്റിന് ലഭിച്ചിട്ടുണ്ട്, എല്ലാം ലഭിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് ഇങ്ങോട്ട് ഫുൾ അഭിഷേകമാണ്. വിസയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ന്യൂസിലാൻഡിൽ പോകാൻ 3 വർഷമായിട്ട് വൈഫിൻ്റെ കൂടെ പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് 6-7 മാസമായിട്ട് പറ്റാഞ്ഞിട്ട് അവസാനം ഈ വൈഫിൻ്റെ ഫ്രണ്ട്സ് വൈഫ് അതായത് നേഴ്സുമാർ മാത്രമായിട്ടാണ് കയറിപ്പോകുന്നത്. പിന്നീട് 6-7 മാസം എടുത്തിട്ടാണ് ഹസ്ബൻഡിനും കുഞ്ഞിനൊക്കെ വിസ റെഡിയാകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊത്തും പാടായില്ല. ഞാനിവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ട്. ഞാനിവിടെ ഇതിന് മുന്നേ ഇവിടെ പത്രം പാക്ക് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ പത്രം ഇങ്ങനെ കിറ്റിനകത്താക്കി പാക്ക് ചെയ്യുന്ന സ്വപ്നം കണ്ട്. പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ അച്ഛൻ്റെ ധ്യാനം കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് സണ്ണിച്ചേട്ടനോട് ചോദിച്ചു, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, ഇവിടെ പത്രമൊക്കെ പാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം സണ്ണിച്ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ഉണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം, നിർബന്ധമില്ല, ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി, സൗകര്യം കണക്ക് വന്ന് നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തരണ്ട, ഞാൻ വെറുതെ എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ അന്ന് മുതൽ ഇവിടെ രാവിലെ വരും, പത്രം എടുക്കും, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും. ഒരു പ്രേക്ഷകനായിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് കുറേ ദിവസം, അധികം ദിവസം. ആദ്യത്തെ ഒരു 10-15 ദിവസം അടുപ്പിച്ച് വന്നെങ്കിലും പിന്നീട് തിരക്ക് കാരണം ആഴ്ച ഒരു 3 ദിവസം 4 ദിവസം വെച്ചൊക്കെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് മിനിഞ്ഞാന്ന് കൂടെ വന്നിട്ടാണ് നിർത്തിയത്. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 3 ദിവസം കഴിയുമ്പോൾ ഞാനിവിടെ പ്രേക്ഷകനായിട്ട് വന്നു തുടങ്ങി. ഇവിടെ വന്ന് വളരെ കുറച്ച് ദിവസം, ഒരു 10 ദിവസം, 11ാമത്തെ ദിവസം എൻ്റെ വിസ അപ്രൂവ് ആയി. എൻ്റെയും വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും വിസ അപ്രൂവ് ആക്കാണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ, അപ്പം വൈഫ് ഡെലിവറി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ സൗദിയിലേക്ക് പോയെന്താണെന്ന് ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യമുള്ളത് കണ്ട് ജോബ് റിസൈൻ ചെയ്തില്ല. പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സങ്കടം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പാല് കൂടി നിന്ന് പോകുമെന്നുള്ളതായിരുന്നു. വെറും 2 മാസമേ കുഞ്ഞ് പാല് കുടിച്ചിട്ടുള്ളായിരുന്നു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് വൈഫ് പോയിട്ട് 4 മാസം കഴിഞ്ഞ് വരാൻ നേരത്ത് ഇനി കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റത്തില്ല, എത്രയൊക്കെ ട്രൈ ചെയ്താലും അത് പാടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്നും പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വൈഫ് അതേ കണക്ക് ശ്രമിച്ചു. വൈഫ് 4 മാസത്തിന് ശേഷം തിരികെ വന്ന് അപ്പോഴും പാലുണ്ട്, ഇപ്പോഴും കുഞ്ഞു പാല് കുടിക്കുന്നു. അതൊക്കെ മാതാവ് തന്ന അനുഗ്രഹങ്ങളാണ്. അതേപോലെ തന്നെ വിസ അപ്രൂവ് ആക്കി തന്നത്. വിസ അപ്രൂവ് ആക്കിയതിന് ശേഷം അടുത്ത പ്രശ്നം വരുന്നത്, അവിടെ ന്യൂസിലാൻഡിൽ ഫാമിലീസിന് എസ്പെഷ്യലി കുഞ്ഞൊക്കെ ഉള്ളപ്പോഴത്തേക്കും വീട് കിട്ടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ തകർന്നു പോയി. എങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ സങ്കടപ്പെട്ടിരുന്നപ്പോൾ അതുവരെ എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നവർ പറയും, മാതാവിനെ സ്വപ്നത്തിൽ കണ്ട് മാതാവ് അടയാളങ്ങൾ നൽകിയെന്ന്. എനിക്ക് ഒരു വട്ടം പോലും മാതാവ് എനിക്ക് അടയാളങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പം ഞാൻ ഒരു ദിവസം വൈഫായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി പറഞ്ഞ് വളരെ സൗമ്യത, ഇതിനിടയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ അപ്പോൾ വൈഫ് പറയും, അണ്ണൻ ഇങ്ങനെ എണ്ണി പറയല്ലേ, മാതാവ് തരും, വെയിറ്റ് ചെയ്യാനൊക്കെ പറയും. പക്ഷേ എനിക്ക് എൻ്റെ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടും. മാതാവിനോട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ ചിലപ്പം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം അന്ന് ഞാൻ വളരെ സൗമ്യതയോടെ, മാതാവേ ഇപ്പം അതിനിടയ്ക്ക് ഇപ്പം എൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ്, ഞാൻ 3 വട്ടവും മുടങ്ങാതെ ഉടമ്പടി പുതുക്കിയ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇത്രയും നാളായി ഞാൻ ഇതുവരെ അമ്മയോട് അടയാളങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു അടയാളം ഉടനെ തന്നെ എനിക്കൊരു സന്തോഷം തരണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ അലാം അടിക്കുന്നതിന് മുമ്പ് 5 മണിക്ക് എണീക്കും. ഞാൻ അലാം അടിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ, ഈ മാതാവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയുക, ഈ അൽത്താര ഞാൻ സ്വപ്നം കണ്ട് ഇവിടെ മാതാവില്ല, കർത്താവില്ല, പകരം ഈ തീജ്വാലയിൽ 3 ഞാൻ കാണുന്നത്. ശരിക്കും ഞാൻ സ്വപ്നം കണ്ടെങ്കിലും വെളുപ്പിന് എണീറ്റ് 5 മണിക്ക് എണീറ്റ് കുറച്ച് നേരം അമ്മയുടെ ഭക്തി കേൾക്കും, ഗാനങ്ങളൊക്കെ കേട്ടിട്ട് 5:30 പ്രാർത്ഥന. അതിനുശേഷം ഞാനും വൈഫും കൂടെ നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എടി ഇതേണൊക്കെ ഞാനൊരു സ്വപ്നം കണ്ട് 3 പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ അമ്മയും യേശു ഇല്ല, 3 എഴുതി കാണിക്കുമോ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന്. ശരിക്കും ഞാനത് സ്വപ്നം കണ്ടിട്ട് ഞാനത് അങ്ങനെ എടുത്തുള്ളായിരുന്നു. വൈഫ് പറഞ്ഞ്, എന്നാൽ നമ്മൾ മെയ് 3-നായിരിക്കും നമ്മൾ പോകുന്നത്, കാരണം മാർച്ചിൽ ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. മാർച്ചിൽ അഡ്മിഷൻ ഞങ്ങൾക്ക് തന്ന്, ഞങ്ങൾ എഴുതിയ ഡേറ്റിന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ വൈഫ് 5 വർഷം തികയണമെങ്കിൽ മാർച്ച് വരെ സൗദി നിൽക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിയുള്ള സെറ്റിൽമെൻ്റ് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഇനി പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാർച്ച് മാറ്റി മെയ്യിലേക്ക് ആക്കിയത്. വൈഫ് പറഞ്ഞു, ചിലപ്പോൾ മെയ് മാസം 3-നായിരിക്കും നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് വൈഫ് പറഞ്ഞത്, അതൊന്നുമല്ല, നമ്മൾ 3 പേരും കൂടെ ആയിരിക്കും പോകുന്നത്, നമുക്ക് ന്യൂസിലാൻഡിൽ വീട് റെഡിയാകും, ഉറപ്പാണ്, മാതാവ് നമുക്ക് നൽകുക അടയാളമാണ്, അണ്ണൻ എന്നാൽ അടയാളം ചോദിച്ചതിന് കിട്ടിയ സമ്മാനമാണെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് ഞങ്ങളെ 3 പേരെ ഒരുമിച്ചേ വിടത്തുള്ളെന്ന്. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വരുമ്പം അച്ഛനോടൊക്കെ പറയുമായിരുന്നു, ഇതാണെങ്കിൽ എനിക്ക് ഒരുമിച്ച് പോകാനാണ് ആഗ്രഹം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അച്ഛനൊക്കെ പറയും, പ്രാർത്ഥിക്കാൻ, നീ പേടിക്കേണ്ട, നീ ഇവിടെ വന്നെങ്കിൽ മാതാവ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് അച്ഛനൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ധൈര്യമാണ്, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആകും. രാവിലെ ഇവിടെ വന്ന് തിരികെ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പോകുന്നത്. അങ്ങനെ ഈ സ്വപ്നം കണ്ട് മാതാവ് അടയാളം തന്ന് 11ാമത്തെ ദിവസം ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് വീട് റെഡിയാണ്, ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഈ ചൊവ്വാഴ്ച പോവുകയാണ്.
ഇങ്ങനെ ഇത്രയും അടയാളങ്ങളും അഭിഷേകങ്ങളും കൃപകളും തന്ന പരിശുദ്ധമേക്ക് യേശുവിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിറഞ്ഞ മനസ്സോടെ ഞാനും എൻ്റെ കുടുംബവും നന്ദി